ഹായ് ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് എൻ്റെ വീഡിയോ എഡിറ്റിംഗ് ചെയ്യുന്ന ലാപ്ടോപ്പിനെ കുറിച്ചാണ്. നിങ്ങളിപ്പോൾ കണ്ട ക്ലിപ്പൊക്കെ ഞാൻ മൊബൈലിൽ ഷൂട്ട് ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, അതൊന്നും കാര്യമാക്കണ്ട. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഏസറിൻ്റെ നിട്രോ 5 എന്ന് പറയുന്ന മോഡൽ ലാപ്ടോപ്പാണ് എൻ്റെ കയ്യിലുള്ളത്. ഒരു വർഷം മുമ്പ് ഞാൻ ആമസോൺ വഴിയാണ് ഇത് പർച്ചേസ് ചെയ്തത്. ഫസ്റ്റ് തന്നെ പറയുകയാണെങ്കിൽ ഇതൊരു ഗെയിമിംഗ് ലാപ്ടോപ്പാണ്. അതുപോലെ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ i5-8300H എന്ന് പറയുന്ന പ്രോസസ്സറാണ്, 3.9 GHz, അതുപോലെ 4 കോർ 8 ത്രെഡ്. അടുത്ത ഗ്രാഫിക്സ് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ GTX 1050 4GB ആണ് ഇതിൻ്റെ ഗ്രാഫിക്സ് എന്ന് പറയുന്നത്. അടുത്ത റാം നോക്കുകയാണെങ്കിൽ 8GB DDR4ൻ്റെ ഒരു സ്റ്റിക്കാണ് ഇപ്പോൾ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഒരു സ്റ്റിക്ക് കൂടി യൂസ് ചെയ്യാനുള്ള സ്ലോട്ട് എനിക്ക് അവൈലബിൾ ആണ്. ഞാൻ ഈ ലാപ്ടോപ്പ് വാങ്ങുന്നതിന് മുമ്പ് എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നത് എൻ്റെ വീട്ടിൽ തന്നെയുള്ള ഒരു ഡെസ്ക്ടോപ്പിലാണ്. i3 ആയിരുന്നു അതിന് പ്രൊസസ്സർ, അതിന് ഗ്രാഫിക്സ് കാർഡൊന്നും ഇല്ലായിരുന്നു. ഈ ലാപ്ടോപ്പിൻ്റെ ബാറ്ററി ബാക്കപ്പ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ വീഡിയോ എഡിറ്റൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു 3/4 മണിക്കൂർ, ഒരു 45 മിനിറ്റ്സ് അത്രയൊക്കെ കിട്ടത്തുള്ളൂ. അതുപോലെ ഗെയിമിംഗ് ആണെങ്കിലും ആ ഒരു റേഞ്ചിലൊക്കെ നമുക്ക് ബാറ്ററി കിട്ടത്തുള്ളൂ. പിന്നെ അതല്ല, ഇപ്പം ബ്രൗസിങ് ചെയ്യാണ്, മൂവി വാച്ച് ചെയ്യാണ്, അങ്ങനത്തെ സാഹചര്യങ്ങളിലൊക്കെ ഒരു 2 hour 2.5 hour ആ ഒരു രീതിയിലൊക്കെ കിട്ടും. എനിക്കിതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു കൂളിംഗ് സിസ്റ്റമാണ്. എഡിറ്റിങ്ങിൻ്റെ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതൊരു ഹൈ എൻഡ് PC അല്ലെങ്കിൽ ഹൈ പെർഫോമൻസ് തരുന്ന ഒരു സ്പെസിഫിക്കേഷൻ ഒന്നും അല്ല. എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല പെർഫോമൻസ് തന്നെ അഴിച്ചു വെക്കുന്നുണ്ട്. നമ്മളിപ്പോൾ കളർ ഗ്രേഡിങ് ചെയ്താലും നമുക്ക് ഫുൾ റെസൊല്യൂഷനിൽ അത് പ്ലേ ചെയ്ത് നോക്കാനായിട്ട് സാധിക്കും. അതുപോലെ എക്സ്പോർട്ടിങ് ടൈം നോക്കുകയാണെങ്കിൽ നല്ലൊരു പെർഫോമൻസ് തന്നെ എൻ്റെ ഈ ലാപ്ടോപ്പ് കാഴ്ചവെക്കുന്നുണ്ട്. അപ്പോൾ ഗെയിമിംഗ് ലാപ്ടോപ്പ് എഡിറ്റ് ചെയ്യാൻ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ തീർച്ചയായും നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. കാരണം സാധാരണ ഒരു ക്ലാസിക് അല്ലെങ്കിൽ ഒരു പ്രീമിയം മോഡൽ നമ്മൾ ലാപ്ടോപ്പ് നോക്കുന്നതിനെക്കാട്ടി നല്ലത് ഗെയിമിംഗ് ലാപ്ടോപ്പായിരിക്കും എഡിറ്റ് ചെയ്യാനാണ് എനിക്ക് തോന്നുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ കൂളിംഗ് സിസ്റ്റവും അതിൻ്റെ ഈ പെർഫോമൻസിലേക്ക് വരുമ്പോൾ ഈ പെർഫോമൻസിന് വേണ്ടി ഒപ്റ്റിമൈസ്ഡ് ചെയ്തിട്ടുള്ള കൂളിംഗ് സിസ്റ്റം, അതുപോലത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് സാധാരണ ലാപ്ടോപ്പിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് കാണാൻ പറ്റും. നമ്മളിപ്പോൾ സാധാരണ ലാപ്ടോപ്പ് നമുക്കറിയാം, നമ്മൾ ചെറുതായിട്ട് യൂസ് ചെയ്യുമ്പോൾ പോലും നമ്മൾ നല്ലൊരു ഹീറ്റിങ്ങിൻ്റെ ഒരു പ്രശ്നം നമുക്ക് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഈ ഗെയിമിംഗ് ലാപ്ടോപ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ ഹീറ്റിങ്ങിൻ്റെ പ്രശ്നമൊക്കെ കുറേ നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എനിക്ക് മെയിനായിട്ട് ബോട്ടിലിനൊക്കെ വരുന്നത് എൻ്റെ ഹാർഡ് ഡിസ്കിലാണ്. എനിക്കുള്ളത് 120 GBൻ്റെ ഒരു SSDയും അതുപോലെ 1 TBയുടെ ഒരു മെക്കാനിക്കൽ ഹാർഡ് ഡിസ്കുമാണ്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം നോട്ടിഫിക്കേഷനും ഇനേബിൾ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.